നവരാത്രിയെ വീടുകളിൽ തന്നെ ഉത്സവഭരിതമാക്കുന്ന തമിഴ് ശൈലിയിൽ നിന്നും കേരളം സ്വീകരിച്ച സമ്പ്രദായമാണ് ബൊമ്മക്കൊലു. പൂജാമുറികളോടും സ്വീകരണ മുറികളോടും ചേർന്ന് വിവിധ പുരാണ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെറുരൂപങ്ങൾ നിരത്തി പൂജ വയ്ക്കുന്നതാണ് ആചാരം. വിവിധ രൂപങ്ങളിലുള്ള ദേവീദേവ വിഗ്രഹങ്ങൾ തട്ടുകളായി ഉയർത്തി പ്രഥമി മുതൽ നവമി വരെ ആരാധിക്കുന്ന ശൈലി തമിഴ് സമ്പ്രദായത്തിൽ നിന്നും ഉരുവം കൊണ്ടതാണ്. ഇന്ന് നവരാത്രി നാളുകളിൽ കേരളത്തിലെ തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിലും അതിർത്തി ജില്ലകളിലെ വീടുകളിലും ബൊമ്മക്കൊലു ഒരു ആചാരമായി തന്നെ നിലനിൽക്കുന്നു. അഞ്ച്, 7, 9, 11 തട്ടുകളിലായി നിരത്തി ഉയർത്തി വിവിധ രൂപങ്ങളിലുള്ള കൊലു തീർക്കുന്നതാണ് രീതി. മണ്ണിലും കളിമണ്ണിലും മരത്തിലുമുള്ള വിഗ്രഹങ്ങൾ ഇവിടെ കാണാം. ദിവസവും 3 നേരം ആരാധന നടത്തും. മഹിഷാസുരനെ വധിക്കുവാൻ ഒരുങ്ങിയ ദുർഗാദേവിക്ക് 33 കോടി ദേവഗണങ്ങൾ ആയുധവും സഹായവും നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ അലങ്കാരം എന്നതാണ് വിശ്വാസം. പുരാണത്തിലെ ചില കഥകളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ബൊമ്മക്കൊലു തീർക്കുന്ന സമ്പ്രദായവും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു.